नमस्ते बच्चों, आप कैसे हो? ठीक है ना। आज हम तीसरा कक्षा का पाठ पढ़ा जा रहे हो। आपको कहानी पसंद है ना? पसंद है ना? देखो, यह एक कहानी है पाठ 8, पेज नंबर 35। यह देखो, यह पेज नंबर 35। इसमें यह कहानी का नाम है गधे की होशियार। यह देखो, यह चित्र देखो। यह चित्र में क्या क्या देख सकते हैं तुमको? गधे की होशियार यह कहानी है। हमें क्या है चित्र में? 3 युवक है और क्या है? एक गधे भी है और क्या है? घास भी है। यह गधे मीन्स क्या है? गधे പറഞ്ഞാൽ എന്താണ്? गधे डोंकी। होशियारी, होशियारी मीन्स बुद्धिमान, बुद्धिमानी और क्लेवरनेस। यही एक कहानी പഠോ. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫാണ് വായിക്കാൻ പോകുന്നത്. നോക്കുക എല്ലാവരും ശ്രദ്ധിച്ചിട്ട്. बहुत समय पहले की बात है, एक गांव में एक किसान रहता था। उसके पास बहुत सारे जानवर थे। उन्हीं में से एक बूढ़ा गधा भी था। एक दिन घास खाते खाते गधे एक पुराने सूखे कुएं के पास जा पहुंचा और अचानक उसमें गिर गया। गिरते ही उसने जोर जोर से चिल्लाने लगा, टेंचो टेंचो टेंचो। यह देखो, यह पहला पैराग्राफ. बहुत समय की पहले की बात, കുറേ സമയത്തിൻ്റെ മുമ്പ്. എന്താണ്? ഏക് ഗാവ് മേ, ഗാവ് മീൻസ് വില്ലേജ്. ഗാവ് പറഞ്ഞാൽ എന്താണ്? വില്ലേജ്, ഗ്രാമം. ഒരു ഗ്രാമത്തിൽ ഏക് കിസാൻ രഹതാ താ. കിസാൻ പറഞ്ഞാൽ ആരാണ്? ഫാർമർ അല്ലേ? കിസാൻ, കൃഷിക്കൻ. കിസാൻ രഹതാ താ. ഉസ്കെ പാസ്, അവൻ്റെ അടുത്ത് എന്താണ്? ബഹുത്ത് സാരെ ജാൻവാർ തേ. ജാൻവാർ പറഞ്ഞാൽ എന്താണ്? എനിമൽസ്, കുറേ പശുക്കളുണ്ടായിരുന്നു. ഉൻഹി മേ സേ ഏക് ബൂഢാ ഗധ ബി താ. അതിൽ ഒരെന്താണ്? ഏക് ബൂഢാ ഗധ, ഒരു ഓൾഡായ ഡോങ്കി ഉണ്ടായിരുന്നു. ഏക് ദിൻ ഘാസ് കാത്തെ കാത്തെ ഗധെ ഏക് പുരാനെ സൂക്കെ കുയേ കെ പാസ് ജാ പഹുഞ്ച. എന്തായത്? ഏക് ദിൻ ഘാസ്, ഒരു ദിവസം ഡോങ്കി എന്താക്കി? ഘാസ്, ഘാസ് മീൻസ് ഗ്രാസ്, പുല്ല്. പുല്ല് ഭക്ഷിച്ചോണ്ട് എവിടെ പോയി? ഏക് ഗധേക്ക് പുറാനെ സൂക്കെ കുയേ. ഒരു സൂക്കെ കുയേ പറഞ്ഞാൽ വെല്ല്, കിണർ. ഒരു ഉണങ്ങിപ്പോയ കിണറിൻ്റെ അടുത്തേക്ക് എത്തി. കുയേക്ക് പാസ് ജാ പഹുഞ്ച ഔർ അച്ചാനക്. അച്ചാനക് പറഞ്ഞാൽ എന്താണ്? സഡൻ, സഡനായിട്ട് പെട്ടെന്ന് എന്തായി? ഉസ്മേ ഗിർ ഗയ, അതിലേക്കത് വീണു. ഗിർത്തെ ഹി ഉസ്നെ ജോർ ജോർ സെ ചില്ലാനെ ലഗാ. അതിലേക്ക് വീണ്ടാവും എന്തായത്? നല്ലോണം സൗണ്ടാക്കി ചില്ലാനെ ലഗാ. ടേഞ്ചു ടേഞ്ചു ടേഞ്ചു, അതെന്താണ്? അത് കൂക്കുന്ന സൗണ്ടാണ്. ഇത് ഡോങ്കിൻ്റെ സൗണ്ടാണ് അവിടെ പറയുന്നുള്ളത്. ചില്ലാനെ ലഗാ, ടേഞ്ചു ടേഞ്ചു എന്ന് പറഞ്ഞിട്ട്. देखो, सेकंड पैराग्राफ. आवाज सुनकर खेत में काम करने वाले कुएं के पास पहुंचे। किसान को भी बुलाया गया। किसान को गधे पर दया तो आया, लेकिन उसने मन में सोचा कि इस बूढ़े गधे को बचाने से कोई लाभ नहीं है। इसलिए उसने लोगों से कहा, मुझे नहीं लगता है कि हम किसी भी तरह इस गधे को बचा सकते हैं। आप सभी अपने अपने काम पर लग जाइए। यह समय गंवाने से कोई लाभ नहीं है. നോക്ക് എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്ക്. ആവാസ് സുനക്കർ. കിസ്ക ആവാസ്? കിസ്ക ആവാസ് സുനക്കർ? ആവാസ് എന്തിനാണ് സൗണ്ട് വന്നത്? ഗധേക്ക്. ഗധേക്ക് ആവാസ് സുനക്കർ. ഗധേൻ്റെ ആവാസ് സൗണ്ട് കേട്ടിട്ട് ആരാണ് വന്നു? സുനക്കർ. കേത്ത് മേ കാം കർനെ വാല. കേത്ത് കൃഷിൻ്റെ വർക്ക് ചെയ്യുന്ന വർക്കർമാർ അല്ലേ? काम करने वाले कुएं के पास पहुँचे. कुएं പറഞ്ഞാൽ
വെല്ലിൻ്റെ അടുത്തേക്ക് വന്നു. കുയെ കെ പാസ് പहुंचे. കിസാൻ കോ ഭി ബുലായാ ഗയാ. കിസാന് കൃഷിക്കൻ, അവിടുത്തെ കൃഷിക്കന് കൂടി വിളിച്ചു. ബുലായാ ഗയാ. കിസാൻ കോ ഗധേ പർ ദയാ തോ ആയാ. കിസാൻ എന്തായി? ദയ വിഷമം തോന്നി. എന്തിനെ? ക്യോं उसको दया आया? यह गधे कुएं के गिर गए, इसे देखकर उसको दया आया, इसलिए वह किसान को गधे पर दया आया तो लेकिन उसमें मन में सोचा, അതിന് മനസ്സിൽ അവന് വിചാരിച്ചു കിസാൻ എന്താണ്? कि इस बूढ़े गधे को, बूढ़े गधे मीन्स एज आया डोंकी ओल्ड, ഗധേ കോ ബച്ചാനെ സേ കോയി ലാഭ നഹി, അതിനെ രക്ഷപ്പെടുത്തുന്നതിൽ ഒരു പ്രയോജനമില്ല. കോയി ലാഭ നഹി, ഒരു ലാഭം ഞനക്കില്ല. എന്തേ? അതിന് ഏജ് ആയല്ലേ, അതുകൊണ്ട് ആ കിസാന് പറഞ്ഞെന്താണ്? അതിനെ രക്ഷപ്പെടുത്തുന്ന എനിക്കൊരു ലാഭമില്ല. ഇസ്ലിയെ ഉസ്നെ ലോഗോൻ സേ കഹ, അതുകൊണ്ട് ആ ജനങ്ങളോട് അവിടെ വന്നിട്ടില്ല ആ വർക്കർമാരോട് എന്തു പറഞ്ഞു? ലോഗോൻ സേ കഹ मुझे नहीं लगता है कि हम किसी भी तरह इस गधे को बचा सकते हैं. मुझे नहीं लगता, ഇതെനിക്ക് കിട്ടുന്നില്ല. കാരണം എന്താണ്? ഹം കിസി ബി തരഹ ഇസ് ഗധേ കോ ബച്ച സക്തേ ഹെ, ഞാൻ ഏതെങ്കിലും രീതിയിൽ ഇതിനെ ഞാൻ രക്ഷപ്പെടുത്താന്ന് അറിഞ്ഞിട്ട് ആര് പറഞ്ഞു? അവിടുത്തെ കിസാന് അവന് പറഞ്ഞു. പക്ഷെ എന്താക്കി? ആപ് സബി അപ്പനെ ആപ്പ് കാം പർ ലഗ് ജായേ, നിങ്ങൾ എന്താക്കുക? നിങ്ങളെ വർക്ക് ചെയ്യാൻ പോവുക. യഹ് സമയ ഗവാന സേ കോയി ലാഭ നഹി ഹേ. സമയ ഗവാന പറഞ്ഞ് സമയം നഷ്ടക്കാരന, സമയം നഷ്ടപ്പെടുത്തുന്നത് പ്രയോജനമില്ല. അതുകൊണ്ട് നിങ്ങളെ വർക്ക് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആ കിസാന് പറഞ്ഞു. നെക്സ്റ്റ് പാരാഗ്രാഫ് देखो. किसान की बातें सुनकर एक मजदूर बोला, मालिक इस गधे ने सालों तक आपकी सेवा की है, इसे इस तरह तड़प कर मरने देने से अच्छा होगा कि हम उसे इसी कुएं में दफन दे. എന്ന് പറഞ്ഞു നോക്കുക. കിസാൻ की बातें सुनकर, ഈ കൃഷിക്കാരുടെ വാക്ക് കേട്ടിട്ട് एक मजदूर को, एक വർക്കർ, മസ്ദൂർ പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന വർക്കർ, മസ്ദൂർ ബോല, അവന് പറഞ്ഞു, മാലിക് ഇസ് ഗധേ സാലോൻ തക്ക്, ഈ ഗധേ, മാലിക് ഓണറോട് പറഞ്ഞു എന്താണ്? ഈ ഗധേക്കോ സാലോൻ തക്ക് അപ്പനി സേവാക്കി, കുറേ വർഷങ്ങൾ ശേഷം നിങ്ങളെ സേവ ചെയ്തിട്ടില്ലേ? സാലോ തക്ക് ആപ്കി സേവാക്കി ഹേ, ഇസേ ഇസ് തരഹ്, അത് ഇതേപോലെ തടപ്പ് കർ മർനെ ദേനേക്ക്, ഇതേപോലെ പെടയുന്നത് തടപ്പ് കർ മർനെ ദേനെ അച്ഛാ ഹോഗ, നിനക്ക് നല്ലതാവുന്നുണ്ടോ അതിനെ കാണാൻ? അച്ഛാ ഹോഗ കി ഹം ഉസേ ഇസേ കുയേ മേ ദഫന ദേ, ഞങ്ങളതിനെ ഇതേ കുയയിലെ ഈ കിണറിൽ ഞങ്ങൾ ദഫനം ചെയ്യുക എന്നറിഞ്ഞിട്ട് മറ്റുള്ളവർ പറഞ്ഞു. കുസി കുയേ മേ ദഫന ദേ, കുഴിച്ചു മൂടുക എന്നറിഞ്ഞിട്ട് ആര് പറഞ്ഞു? മറ്റുള്ളവർ പറഞ്ഞു. അതങ്ങനെ അതിന് വിഷമം കണ്ടിട്ട് അവർക്ക് എന്തായി? മറ്റുള്ളവർക്ക് വിഷമം തോന്നി. ക്യാ ഹുവാ? ഉസ്കോ ദഫൻ കർനെ കോ വഹ് കഹാ. यह देखो पेज नंबर 36. नेक्स्ट देखो. किसान ने भी सहमति जताते हुए उसकी हाँ में हाँ मिला दी. गधे ये सब सुन रहा था. अब वह और भी डर गया, लेकिन उसने हिम्मत नहीं हारी और भगवान को याद कर वहाँ से निकलने के बारे में सोचने लगा. वह अपना विचारों में कोई ही था कि अचानक उसके ऊपर मिट्टी की बारिश होने लगी. गधे ने मन ही मन सोचा कि भले कुछ भी हो जाए वह अपना प्रयास नहीं छोड़ेगा और आसानी से हार नहीं मानेगा. फिर वह पूरी ताकत से उछलना मारने लगा. देखो यह चित्र देखो. यह चित्र में क्या? नेक्स्ट चित्र देखो. यह चित्र में क्या है? गधा क्या करते हैं देखो. और यह किसान और मजदूरों है क्या करते हैं देखो.
കിസാൻ ने भी यह सहमत जाते हुए അവർ പറയുന്നത് കേട്ടിരുന്നതിന് അവന് സഹതാപ തോന്നി. हुए उसके हाँ में हाँ मिला അവന് പറഞ്ഞു എന്താണ് हाँ ഓക്കെ ദഫന ചെയ്യാന്ന് പറയുമ്പോൾ അവൻ എന്ത് പറഞ്ഞു हाँ ഓക്കെ എന്ന് പറഞ്ഞു. ഗദേ യേ സബ് സുന റഹാത്ത ഗദ എന്താക്കുന്നുണ്ടായിരുന്നു ഇത് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഗദ യേ സബ് സുന റഹാത്ത ക്യാ റഹാത്ത സബ് സുന റഹാത്ത. अब वह और भी डर गया किसको गधे को और भी डर गया പിന്നെയോ ഗദക്ക് പേടി തോന്നി डर गया. अब लेकिन उसने हिम्मत नहीं हारी हिम्मत धैर्य नहीं हारी നഷ്ടപ്പെട്ട് എന്താണ് ലേക്കിൻ അപ്പോൾ എന്താണ് ഗദക്ക് അതിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു. ഹിമ്മത്ത് നഹി ഹാരി और भगवान को याद कर അവൻ എന്നിട്ട് എന്താക്കി ഡോങ്കി ഭഗവാനോട് പ്രാർത്ഥിച്ചു. യഹ് യാദ് കർ ഭഗവാനെ ഓർമ്മിച്ചു. യാദ് കർ വഹാ സേ നിക്കൽനെ കെ ബാരെ മേ സോച്ചനെ ലഗാ എങ്ങനെയാണെങ്കിൽ പുറത്ത് വരാൻ അത് എങ്ങനെയാണ് പുറത്ത് വരണം എന്ന് പറഞ്ഞിട്ട് ഡോങ്കി ആഗ്രഹിച്ചു. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ബാരെ മേ സോച്ചനെ ലഗാ वह अपने विचारों में खोई ही था कि अचानक उसके ऊपर मिट्टी के बारिश होने लगी. ഇങ്ങനെ അത് എന്താണ് ഗദ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഡോങ്കി എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുത്തണം എങ്ങനെയാണ് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് അത് ആലോചിക്കുമ്പോൾ എന്തായി അതിൻ്റെ മുകളിലേക്ക് എന്തായി മിട്ടിക്ക് ബാരിഷ് ഹോനെ ലഗി. അച്ചാനക്ക് പെട്ടെന്ന് അതിൻ്റെ ശരീരത്തിന് മുകളിലേക്ക് എന്ത് വീണു മിട്ടി പറഞ്ഞാൽ മണ്ണ് സോയിൽ അതിൻ്റെ മുകളിലേക്ക് ബാരിഷ് മയത്തിൻ്റെ മയ പോലെ വന്നിട്ട് വീണു. ഉസ്കെ സോച്ചനെ ഗദേനെ മൻ ഹി മൻ സോച്ചാക്കി ഗദ മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞു എന്താണ് ഭലെ കുച്ച് ബി ഹോ ജായേ ഹോ വഹ അപ്പന പ്രയാസ നഹി ചോടേഗേ എന്നാലും എന്ത് വന്നാലും എന്താണോ ഞാൻ എന്താക്കാം വജായ് വഹ അപ്പന പ്രയാസ നഹി ചോടേങ്കേ പ്രയാസ് എഫർട്ട് പരിശ്രമം ഞാൻ പരിശ്രമം വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗദ തീരുമാനിച്ചു. ഔർ ആസാനി സെ ഹാർ നഹി മാനേക പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് മുകളിൽ നിന്ന് വരാൻ പറ്റൂല. ആസാനി ഈസി ആയിട്ട് എനിക്ക് രക്ഷപ്പെടാൻ ആവൂല. ഹാർ നഹി മാനേക ഫിർ വഹ് പൂരി താക്കത്ത് സേ അത് എല്ലാ ശക്തി കൊണ്ട് എന്തൊക്കെ പൂരി താക്കത്ത് സേ ഉച്ഛൽ മാർനെ ലഗാ ഉച്ഛാൽ മാർനെ ലഗാ ചലാങ് മാർനെ ലഗാ ടു ജമ്പ് എന്താക്കി അത് അവിടുന്ന് ജമ്പ് ചെയ്യാൻ ശ്രമിച്ചു. എവിടുന്ന് കഹാസേ കുയേസേ യഹ് ചലാങ് മാർനേക്കോ ലഗ അവിടുന്ന് രക്ഷപ്പെടാൻ അത് ജമ്പ് ചെയ്യാൻ ശ്രമിച്ചു. നെക്സ്റ്റ് देखो किसान ने भी औरों की तरह मिट्टी कुएं में डाल दी और उसमें झांकने लगा. उसने देखा कि जैसे ही मिट्टी गधे के ऊपर पड़ती वह उसे अपने शरीर से झटकता और उछल कर उसके ऊपर चढ़ जाता. झटकता और उछल कर उसके ऊपर चढ़ जाता. झटकता और ऊपर चढ़ जाता. किसान भी समझ चुका था कि अगर वह इस तरह मिट्टी डलवाता रहा तो गधे ही जान बचा सकती है. इसलिए वह मिट्टी डलवाता गया और देखते देखते गधा कुएं के मुहाने तक पहुंच गया और अंत में कूदकर बाहर आ गया. എന്ത് സംഭവിച്ചു നോക്കുക. നെക്സ്റ്റ് കിസാൻ ने भी औरों की तरह मिट्टी कुएं में डाल दिया. കിസാൻ എല്ലാവരും പോലെ എന്താണ് അവിടെ മണ്ണ് ഇട്ടുകൊണ്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക്. കുയേമേ ഡാൽ ദിയ കുയേമേ കഹാ കുയേമേ മിട്ടി ഡാൽനെ और उसमें झांकते लगा उसने देखा कि और जैसे मिट्टी गधे के ऊपर पड़ती है അത് മുകളിലേക്ക് തുള്ളാൻ വരുമ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ ഉസ്കെ ദേക്കാക്കി ജയ്സെ മിട്ടി ഗദേക്ക് ഊപ്പർ പടുത്തി ഹേ ഗദൻ്റെ മുകളിലേക്ക് മണ്ണ് വീഴുമ്പോൾ എന്തായി ഉസ് അപ്പനെ ശരീരസെ അതിൻ്റെ ശരീരിൽ നിന്ന് അത് എന്താണ് ജട്ടക്കത്ത അവർ ഉച്ചലക്കർ അതിനെ എടുക്കുന്നുണ്ടായിരുന്നു. ഉച്ചലക്കർ ഊപ്പർ ചടിജാത്ത അല്ലേ, അത് തുള്ളുമ്പോൾ അതിൻ്റെ മേലിൽ നിന്ന് മണ്ണ് താഴേക്ക് വീഴും അല്ലേ. അത് എന്താക്കി ഊപ്പർ
ചട് ജാത്ത മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടുണ്ടായിരുന്നു. മണ്ണ് താഴേക്ക് പോകുമ്പോൾ എന്താണ് അത് മുകളിലേക്ക് വരുന്നില്ലേ, അതാണ് അത് ഇവിടെ സംഭവിച്ചത്. അത് മുകളിലേക്ക് വന്ന് ജട്ടക്കത്ത അവർ ഉച്ചലക്കർ അങ്ങനെ പെടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ചലക്കർ കൂതുക്കറ ജമ്പ് ചെയ്തുകൊണ്ടേ ഉണ്ടായിരുന്നു. മണ്ണ് എങ്ങനെ വീഴുന്നുണ്ടെന്ന് അതേപോലെ ഗദ ജമ്പ് ചെയ്തുകൊണ്ടേ ഉണ്ടായിരുന്നു. ചടജാത്ത ജട്ടക്കത്ത അവർ ഊപ്പർ ചടജാത്ത പിന്നെയും അങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. നോക്കും കിസാൻ ബി സമജ് ചുക്കാത്ത കിസാന് മനസ്സിലായി എന്തെന്ന് അറിഞ്ഞിട്ട് അഗർ വഹ ഇസി തരഹ് മിട്ട് ഡൽവാത്ത റഹ ഇതേപോലെ മണ്ണ് ഇട്ടുകൊണ്ട് ഉണ്ടായെങ്കിൽ ഡൽവാത്തെ റഹ തോ ഗദ കി ജാൻ ബച്ചാ സക്തേ ഇങ്ങനെ മണ്ണിട്ടെങ്കിൽ ഗദക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ബച്ച് സക്തി എന്ന് പറഞ്ഞിട്ട് കിസാന് വിചാരിച്ചോ. ഇസിലിയെ വഹ് മിട്ടി ഡൽവാത്താക ഇതേപോലെ മണ്ണ് ഇട്ടുകൊണ്ടേ ഉണ്ടായിരുന്നു. അവർ ദേഖത്തെ നോക്കുമ്പോൾ എന്താണ് ഗദെ കുയേക്കെ മുഹാനെ തക്ക് പहुंच गया ഗദെ അപ്പോൾ കിണറിൻ്റെ മുകളിൽ വരെ എത്തി. ഗദേക്കെ കുയേക്കെ മുഹാനെ തക്ക് കുയേക്കെ മുഹാനെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വായിൻ്റെ അടുത്തോളം എത്തി. കുയേൻ്റെ പറഞ്ഞാൽ മുകളിലേക്ക് എത്തി. पहुंच गया और अंत में कूद कर बाहर आ गया. ലാസ്റ്റായിട്ട് എന്തായി അത് ജമ്പ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നു. മനസ്സിലായല്ലോ കഥ. അപ്പോൾ ഗദ കഹാ ഗിർ ഗയാ ഗദ എവിടെയാണ് വീണത്? കഹാ ഗിർ ഗയാ ഹ് കുയേ മേ ഹ് സൂखे गए कुएं में यह गिर गया. अपने ऊपर मिट्टी पड़ने पर गधे ने क्या किया? अपने ऊपर मिट्टी पड़ने पर അതിൻ്റെ മുകളിലേക്ക് മണ്ണ് വീഴുമ്പോൾ അതെന്ത് ചെയ്തു? झटकता और उछलकर कूदकर कूदना चढ़ जाता അല്ലേ? അപ്പോൾ കഥ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇതിൻ്റെ ക്ലാസ് ടീച്ചർ നോട്ടായിട്ട് തരാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ നോട്ടായിട്ട് തരാം. ഓക്കെ, ധന്യവാദ്.